തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരം നൽകിയതിലെ പിഴവുകൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യക്ഷ നികുതി ബോർഡിന് ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. കോൺഗ്രസിന്റെ പരാതിയിലാണ് നടപടി. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ചർച്ചയായതാണ്. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. എന്തൊക്കെ സംശയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഈ പരിശോധന അത് എത്ര സമയത്തിനകം പൂർത്തിയാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? തിരുവനന്തപുരത്തെ NDA BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരത്തിലെ പിഴവുകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഉന്നയിച്ചിരുന്നു. ഇത് പരിശോധിക്കുന്നതിന് അതായത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷ നികുതി ബോർഡിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിനാണ് ഇത് പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്തുക്കളും അദ്ദേഹം പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന എന്തെങ്കിലും സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 125A വകുപ്പ് പ്രകാരം ഗുരുതരമായ കുറ്റമാണ് എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് 6 മാസത്തെ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CBDT-യോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ, അതായത് 2021-22 കാലഘട്ടത്തിൽ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട വരുമാനം എന്ന് പറയുന്നത് വെറും 680 രൂപ മാത്രമാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല 2018 മുതൽ 2022-23 വരെയുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 10.8 കോടിയിൽ നിന്നും 5.6 ലക്ഷം രൂപയായി കുറഞ്ഞുവെന്നും കാണിക്കുന്നുണ്ട്. പല ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും മറ്റു ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ വിവരങ്ങൾ മറച്ചു വെച്ചുവെന്നും കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ പരാതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ ഉള്ള നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നേരിട്ട് ബന്ധമുള്ള കമ്പനികളുടെ വിവരങ്ങൾ മാത്രം നൽകിയാൽ മതി. പ്രധാന കമ്പനിയുടെ ഉപസ്ഥാപനങ്ങൾ, അതായത് സബ്സിഡറി കമ്പനികളിൽ എന്തെങ്കിലും ഓഹരി ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതും നിയമത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വെല്ലുവിളി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.